ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഡെഫിനിഷൻസിൽ ആദ്യം പറയാനുള്ളത് സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പോസിറ്റീവ് വാല്യൂസാണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂസാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെറ്റ് പോസിറ്റീവ് വാല്യൂവിനെയും അതേപോലെ നെഗറ്റീവ് വാല്യൂവിനെയും പറയുന്ന പേരാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 0 എന്നിങ്ങനെ തുടങ്ങി ഇത് മാക്സിമത്തിലെത്തി, വീണ്ടും 0-ലെത്തി, പിന്നെ നെഗറ്റീവിലോട്ട് പോയി മാക്സിമത്തിലെത്തി, വീണ്ടും 0-ലെത്തി. അപ്പോൾ അങ്ങനെ ഈ ഒരു സെറ്റിനെ, ഈ ഒരു കംപ്ലീറ്റ് സെറ്റിനെ പറയുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയും. ഇപ്പോൾ പോസിറ്റീവ് ഭാഗത്തെ നമുക്കറിയാം പറയുന്ന പേരാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. നെഗറ്റീവ് ഭാഗത്തെ പറയുന്ന പേരാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നും പറയും. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എ സൈക്കിൾ. ഓക്കെ. രണ്ടാമത്താണ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത സമയത്തെ പറയുന്ന പേരാണ് ടൈം പീരിയഡ് എന്ന് പറയും. ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ AC ഒരു കംപ്ലീറ്റ് സൈക്കിള്, ഒരു കംപ്ലീറ്റ് വൺ സൈക്കിള് പൂർത്തിയാക്കാൻ വേണ്ടി എടുത്ത സമയത്തെ പറയുന്ന പേരാണ് ടൈം പീരിയഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ മുതൽ 0 മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു 360 ഡിഗ്രി വരെയുള്ള ആ ഒരു ഭാഗം വരെ എത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ടോ അതിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ് എന്ന് പറയും. അപ്പോൾ ടൈം പീരിയഡിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ടൈം ടേക്കൻ ബൈ എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് കോൾഡ് ടൈം പീരിയഡ് എന്ന് പറയും. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ T എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി അടുത്ത ടൈമാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ എത്ര സൈക്കിൾ വന്നിട്ടുണ്ടോ അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയും. F എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സാധാരണ ഫ്രീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഇതിൻ്റെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇനി അടുത്ത് പറയാനുള്ളത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്തോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്തോ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ 0 ആണ്, ഇവിടുന്ന് ഇങ്ങനെ മാക്സിമത്തിലോട്ട് പോയി. ഇപ്പോൾ ഈ ഒരു ഭാഗം ഇതിനെ പറയുന്ന പേര് ഏറ്റവും മാക്സിമം വാല്യൂ ഇതാണ് എത്തിയത്. ഇത് ഈ ഭാഗത്ത് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇതും തന്നെയാണ്, ഈ ഒരു ഡിസ്റ്റൻസും തന്നെയാണ് ആംപ്ലിറ്റ്യൂഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് മാക്സിമം വാല്യൂ, അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം, അറ്റൈൻഡ് ബൈ എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന് പറയുന്ന മറ്റൊരു പേരാണ് പീക്ക് വാല്യൂ എന്നും പറയാറുണ്ട്. ഇനി അടുത്ത വാല്യൂ ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ ഇൻസ്റ്റൻറ്റിലും, ഇപ്പോൾ 0 എന്നുള്ള ഈ ഇൻസ്റ്റൻറ്റിൽ ഇതാണ് ഇതിൻ്റെ വാല്യൂ, 0 ആണ് ഇതിൻ്റെ വാല്യൂ. പിന്നെ അടുത്ത ഇൻസ്റ്റൻറ്റിൽ വാല്യൂ മാറുന്നു, പിന്നത്തെ ഇൻസ്റ്റൻറ്റ് വാല്യൂ മാറുന്നു. അതായത് നമ്മൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ വാല്യൂസ് അതിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ വാല്യൂവിനെ പറയുന്ന പേരാണ് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും 11 ആയിരിക്കും, ഇവിടെ 12 ആയിരിക്കും, അങ്ങനെ ഇവിടെ 15 എത്തി, അങ്ങനെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും 0-ലോട്ട് വരും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ വാല്യൂ ആണ്. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വാല്യൂവിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയും. അതിന് ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞത് ദ വാല്യൂ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തേത് നമ്മൾ പറഞ്ഞത് സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എ സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സെറ്റ് പോസിറ്റീവിനെയും നെഗറ്റീവ് വാല്യൂസിനെയും ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിൻ്റെ പോസിറ്റീവ് വാല്യൂസിനെയും നെഗറ്റീവ് വാല്യൂസിനെയും പറയുന്ന പേരാണ് സൈക്കിൾ എന്ന് പറഞ്ഞു. അടുത്താണ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത സമയത്ത് പറയുന്ന പേരാണ് ടൈം പീരിയഡ്. ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? ദ ടൈം ടേക്കൻ ബൈ എൻ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് കോൾഡ് ടൈം പീരിയഡ്. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ T ആണ്, ഇതിന് യൂണിറ്റ് സെക്കൻഡ് ആണ്.
അടുത്താണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. അതായത് ഒരു സെക്കൻഡ് സമയത്തിലുള്ള നമ്പർ ഓഫ് സൈക്കിളിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഇതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി അടുത്താണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് ദ മാക്സിമം വാല്യൂ ഐദർ ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അറ്റൈൻഡ് ബൈ എൻ അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. അപ്പോൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഒരു അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള മാക്സിമം വാല്യൂവിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അടുത്തതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ വാല്യൂ ഓഫ് എൻ അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസാണ് നമ്മളിപ്പോൾ ഇതിന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കഷൻ ചെയ്തു. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് റിലേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ റിലേഷൻ നോക്കാം. ടി ഈസ് ഈക്വൽ ടു 1/f. ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈം പീരിയഡ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണെന്ന് അറിയാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസിയാണ്. അതാണ് ഒന്നാമത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ റിലേഷനാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഈ ഒരു ലെറ്ററിനെ പറയുന്ന പേരാണ് ഒമേഗ എന്ന് പറയും. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. 2πf എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. സോ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്, അതായത് ഫ്രീക്വൻസി. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ അതാണ്. ഇനി അതേപോലെ ഫ്രീക്വൻസി ആൻഡ് സ്പീഡ്. ഫ്രീക്വൻസി സ്പീഡ് തമ്മിലുള്ള റിലേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു pn ഡിവൈഡഡ് ബൈ 120. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡാണ്. അപ്പോൾ സ്പീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു pn ബൈ 120. ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് റിലേഷൻസ്. നോട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഈ റിലേഷൻസ് വെച്ചിട്ട് ചെയ്യാനുണ്ടാകും. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളതാണ് ആവറേജ് വാല്യൂ. അടുത്ത ഡെഫിനിഷനാണ് ആവറേജ് വാല്യൂ. ഇപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റൻറ്റിലും എ സിക്ക് ഓരോ വാല്യൂസാണ് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടോ, ആ ഒരു കുറച്ച് മുമ്പ് ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവും. ആ ഫിഗറിൽ 0 മുതൽ മാക്സിമത്തിലെത്തുന്നു, വീണ്ടും 0-ലെത്തുന്നു, നെഗറ്റീവിൽ പോകുന്നു, വീണ്ടും 0-ലെത്തുന്നു. അങ്ങനെ ഒരു ഡയഗ്രത്തിൻ്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു സൈനസോയിഡൽ വേവ് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഓരോ സമയത്ത് ഓരോ വാല്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ആ ഒരു വാല്യൂവിനെ പറയുന്ന പേരാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഏസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഈക്വലാണ്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിളിന് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ അതേ വാല്യൂ എന്ത് വരും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് വരും. അപ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആവറേജ് വാല്യൂ 0 ആയിട്ട് മാറും. അതായത് നമുക്കൊരു കംപ്ലീറ്റ് സൈക്കിളിന് ഒരിക്കലും എന്ത് കാണാൻ പറ്റില്ല, ആവറേജ് കാണാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് കാണും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് കാണും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആവറേജ് കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും ഫുൾ സൈക്കിളിന് ആവറേജ് കാണാൻ പറ്റില്ല, ഹാഫ് സൈക്കിളിന് മാത്രമേ നമുക്ക് ആവറേജ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹാഫ് സൈക്കിളിൻ്റെ ഇടയിൽ വരുന്ന ഡിഫറെൻറ്റ് വാല്യൂസ്, ഓരോ വാല്യൂസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ദ ആവറേജ് വാല്യൂ ഓഫ് എ സി ഇസ് ദാറ്റ് വാല്യൂ ഓഫ് സ്റ്റഡി കറണ്ട്, അതായത് ഡി സി, which transfer the same amount of charge through a circuit as transferred by the AC through the same circuit in the same time. അതായത് ഒരു സർക്യൂട്ടിൽ ആ സർക്യൂട്ടിൽ എ സി അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെ അതേ സമയം കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര ഡി സി വേണം, അതാണ് ആവറേജ് വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എ സി എന്നുള്ള അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കുറച്ച് ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്തു, അതേ ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് ഡി സി വേണം, അതാണ് അതിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് പറയാനുള്ളത്. അതാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് എ സിമെട്രിക്കൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ 0. നമ്മളൊരു
കംപ്ലീറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ഹെൻസ് ഇൻ ദർ കേസ് ദ ആവറേജ് വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഓർ ഇൻറ്റഗ്രേറ്റിംഗ് ഓഫ് ദ ഇൻസ്റ്റൻറ്റ് വാല്യൂസ് ഓഫ് കറണ്ട് ഓവർ 1 ഹാഫ് സൈക്കിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് മാത്രമേ കാണാറുള്ളൂ, ആവറേജ് വാല്യൂ എപ്പോഴും ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ കാണാറുള്ളൂ, ഒരു പകുതി സൈക്കിളിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവറേജ് വാല്യൂ കിട്ടും എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.637 ടൈംസ് പീക്ക് വാല്യൂ ഓഫ് എ സി ആയത്. അതായത് എ സിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ 0.637 ടൈംസ് ആയിരിക്കും ആവറേജ് വാല്യൂ വരിക. അപ്പോൾ ഐ ആവറേജ് കാണാനുള്ള ഇക്വേഷനാണ് ഐ ആവറേജ് ഇസ് ഈക്വൽ ടു 0.637 ഇൻറ്റു IM എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്. അതേപോലെ വി ആവറേജ് വോൾട്ടേജിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷനാണ് വി ആവറേജ് ഇസ് ഈക്വൽ ടു 0.637 VM. അതായത് VM എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആവറേജ് വാല്യൂൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ.